ഗ്ലോറി ടു ഗോഡ്. ജീസസ് ഈസ് അലൈവ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. വീണ്ടും പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായി നിങ്ങളോടൊപ്പമായിരിക്കുവാൻ സർവശക്തനാകുന്ന ദൈവം സഹായിച്ച ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. തുടർന്ന് കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം നമുക്ക് കേൾക്കാം. അതിനായി പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും. നമ്മുടെ അല്പസമയത്തെ ദൈവവചന ധ്യാനത്തിനായി വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 40 മുതലുള്ള വേദഭാഗങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ലൂക്കോസ് സുവിശേഷം 8-ാം അധ്യായം 40 മുതലുള്ള വേദഭാഗങ്ങൾ. യേശു മടങ്ങി വന്നപ്പോൾ പുരുഷാരം അവനെ സന്തോഷത്തോടെ കൈക്കൊണ്ടു. അവരെല്ലാവരും അവനായിട്ട് കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ പള്ളിപ്രമാണിയായ യായിറോസ് എന്ന പേരുള്ളൊരു മനുഷ്യൻ വന്ന് യേശുവിൻ്റെ കാൽക്കൽ വീണു. അവൻ ഏകദേശം 12 വയസ്സുള്ള ഏകജാതയായൊരു മകൾ ഉണ്ടായിരുന്നു. അവൾ മരിക്കാറായതുകൊണ്ട് തൻ്റെ വീട്ടിൽ വരണമെന്ന് അവനോട് അപേക്ഷിച്ചു. അവൻ പോകുമ്പോൾ പുരുഷാരം അവനെ തിക്കിക്കൊണ്ടിരുന്നു. അന്ന് 12 സംവത്സരമായി രക്തസ്രവമുള്ളവളും മുതലെല്ലാം വൈദ്യന്മാർക്ക് കൊടുത്തിട്ടും ആരാലും സൗഖ്യം വരുത്തുവാൻ കഴിയാത്തവളുമായിരുന്ന സ്ത്രീ പുറകിൽ അടുത്തു ചെന്നു. അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്കൽ തൊട്ടു. ഉടനെ അവളുടെ രക്തസ്രവം നിന്നുപോയി. എന്നെ തൊട്ടതാരെന്ന് യേശു ചോദിച്ചു. എല്ലാവരും ഞാനല്ല എന്ന് പറഞ്ഞപ്പോൾ, ഗുരു, പുരുഷാരം നിന്നെ തിക്കി തിരക്കുന്നു എന്ന് പത്രോസും കൂടെയുള്ളവരും പറഞ്ഞു. യേശുവോ, ഒരാൾ എന്നെ തൊട്ടു, എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടത് ഞാൻ അറിഞ്ഞു എന്ന് പറഞ്ഞു. താൻ മറഞ്ഞിരിക്കുന്നില്ല എന്ന് സ്ത്രീ കണ്ട് വിറച്ചും കൊണ്ടുവന്ന് അവൻ്റെ മുമ്പിൽ വീണു. അവനെ തൊട്ട സംഗതിയും തൽക്ഷണം സൗഖ്യമായതും സകല ജനവും കേൾക്കെ അറിയിച്ചു. അവൻ അവളോട്, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോകുക എന്ന് പറഞ്ഞു. അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പള്ളിപ്രമാണിയുടെ ഒരാൾ വന്നു, നിന്റെ മകൾ മരിച്ചുപോയി, ഗുരുവിനെ പ്രയാസപ്പെടുത്തണ്ട എന്ന് പറഞ്ഞു. യേശു അത് കേട്ടപ്പോൾ, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക, എന്നാൽ അവൾ രക്ഷപ്പെടുമെന്ന് അവനോട് ഉത്തരം പറഞ്ഞു. മാന്യ സഹോദരങ്ങളെ, ലൂക്കോസ് സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 40 മുതലുള്ള വാക്യത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷ കാലഘട്ടത്തിൽ ഒരേ സമയത്ത് ഒരേ സ്ഥലത്ത് നടന്ന വ്യത്യസ്തമായ 2 അത്ഭുതങ്ങൾ നമുക്കവിടെ കാണാം. ഇന്ന് ഈ പ്രോഗ്രാം കാണുന്ന മാന്യ സഹോദരി, സഹോദര, പ്രിയ ദൈവത്തിൻ്റെ പൈതലെ, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, നിങ്ങൾ ഇന്ന് ഈ മെസ്സേജ് കേൾക്കുമ്പോൾ നിശ്ചയമായിട്ടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് വ്യക്തിപരമായി സംസാരിക്കുന്ന ഒരു സമയമാണ്. 40-ാമത്തെ വാക്യം നോക്കി. യേശു മടങ്ങി വന്നപ്പോൾ പുരുഷാരം അവനെ സന്തോഷത്തോടെ കൈക്കൊണ്ടു. അവരെല്ലാവരും അവനായിട്ട് കാത്തിരിക്കുകയായിരുന്നു. പ്രിയ സഹോദരങ്ങളെ, 2 കാര്യങ്ങൾ ആ വാക്യത്തിനകത്തുനിന്ന് നമുക്ക് ബോധ്യമാകുന്നു. യേശു കർത്താവിനെ സന്തോഷത്തോടെ കൈക്കൊണ്ട ഒരു കൂട്ടം ആൾക്കാർ, അപ്പോൾ തന്നെ യേശുവിനായി കാത്തിരുന്നവർ. അപ്പോൾ ആരാണ് യേശുവിനെ കൈക്കൊണ്ടത്? സന്തോഷത്തോടെ കൈക്കൊണ്ടതാരാ? യേശുവിനായിട്ട് കാത്തിരുന്ന ഒരു കൂട്ടം ജനമാണ് യേശു വന്നപ്പോൾ അവനെ സന്തോഷത്തോടെ സ്വീകരിച്ചത്. അപ്പോൾ ഈ 2 വാക്കുകൾക്കകത്തുനിന്ന് ഒരു ദൈവിക സന്ദേശം ഞാൻ നിങ്ങളോട് പറയുന്നു. യേശു ക്രിസ്തുവിനെ കാത്തിരിക്കുന്നവർക്കാർക്കും പരാജയമല്ല, സന്തോഷമായിരിക്കും. യേശു ക്രിസ്തുവിനെ കാത്തിരിക്കുന്നവർക്ക് പിന്നത്തേതിലുണ്ടാകുന്നത് തകർച്ചയല്ല, സന്തോഷമായിരിക്കും. അതെ, യേശുവിനെ കാത്തിരുന്ന ജനത്തിന് 40-ാം വാക്യം വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നു, അവർക്ക് സന്തോഷമുണ്ടായി. അവർ സന്തോഷത്തോടെ കർത്താവിനെ സ്വീകരിച്ചു. ഈ കാത്തിരിക്കുക എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, അല്ലേ? നമ്മുടെ ജീവിതത്തിൽ വിടുതലുകൾ കാത്തിരിക്കുന്നവരുണ്ട്, സൗഖ്യം കാത്തിരിക്കുന്നവരുണ്ട്,
അപ്പോൾ തന്നെ സാമ്പത്തികമായ ഒരു വഴി തുറക്കാൻ കാത്തിരിക്കുന്നവരുണ്ട്. നല്ലൊരു ലൈഫ് പാർട്ണറെ കിട്ടാൻ, ജീവിത പങ്കാളിയെ കിട്ടാൻ കാത്തിരിക്കുന്നവരുണ്ട്. നല്ലൊരു ലൈഫ് പാർട്ണറെ ലഭിക്കാനായിട്ട് കാത്തിരിക്കുക. ഇങ്ങനെ ജീവിതത്തിൽ ഒരുപാട് വിഷയങ്ങളുടെ വിടുതലിന് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ കാത്തിരിക്കുക എന്നുള്ളത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പം നമ്മുടെ വീട്ടിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് ഒരാൾ വരുമെന്ന് പറയുന്നു. 1 മണിയാകുമ്പോഴത്തേക്കും അദ്ദേഹത്തെ നമ്മൾ കാത്തിരിക്കുന്നു. എന്നാൽ 1:30 ആയിട്ടും പുള്ളിയെ കണ്ടില്ല. 2 3 3 മണിക്ക് വിളിച്ചപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞ് വരുമെന്ന് പറഞ്ഞു. 4 മണിയായപ്പോൾ എത്താറായെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളങ്ങ് മുഷിയും അല്ലേ? കാത്തിരിക്കുക എന്ന് പറയുന്നത് ഇച്ചിരി മുഷിച്ചിലുള്ള കാര്യമാണ്. എന്നാൽ ഒരു സത്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. ലോകത്തിൽ ഉള്ളതിനെയും ലോകത്തിലെ മനുഷ്യൻ തരുന്ന വാഗ്ദാനങ്ങളെയും നമ്മൾ കാത്തിരുന്നാൽ നമ്മൾ മടുത്തു പോകും, നമ്മൾ മുഷിയും. മനുഷ്യൻ തരുന്ന വാഗ്ദാനങ്ങളും മനുഷ്യൻ പറഞ്ഞ പ്രോമിസുകളും ഒക്കെ നോക്കിക്കൊണ്ടിരുന്നാൽ നമ്മുടെ മനസ്സുറപ്പായിട്ടും നാളുകൾ കഴിയുമ്പോൾ മടുത്തു പോകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ മനുഷ്യൻ പറഞ്ഞ വാക്കുകളെ കാത്തിരിക്കുന്നത് പോലെയല്ല ദൈവത്തെ കാത്തിരുന്നാൽ. വിശുദ്ധ ബൈബിളിൽ യെശയ്യാ പ്രവാചകൻ പറയുന്നു, യഹോവയെ കാത്തിരിക്കുന്നവൻ ശക്തിയെ പുതുക്കും, അവൻ കഴുകനെ പോലെ ചിറകടിച്ചുയരും. മനുഷ്യനെ കാത്തിരുന്നാൽ, മനുഷ്യൻ തരാമെന്ന് പറഞ്ഞത് നോക്കിക്കൊണ്ടിരുന്നാൽ അത് നമുക്ക് മുഷിച്ചിലുണ്ടാകും, ചിലപ്പോൾ കിട്ടിയില്ലെന്ന് വരും. പക്ഷേ നിങ്ങൾ ദൈവസന്നിധിയിൽ ഏതെങ്കിലും വിഷയത്തിന് കാത്തിരിക്കുന്നവരാണോ? നിങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ ഏതെങ്കിലും വാഗ്ദത്തങ്ങൾ നിറവേറാൻ വെയിറ്റ് ചെയ്യുന്നവരാണോ? ഉറപ്പായിട്ടും പറയട്ടെ, ആ വെയിറ്റിംഗ് ടൈം ഒരിക്കലും ഒരു വേസ്റ്റ് അല്ല. അത് നിങ്ങളുടെ ലൈഫിൽ ഒരു വലിയ ബ്ലെസ്സിങ് ആയിരിക്കും. കർത്താവിനെ നിങ്ങൾ കാത്തിരിക്കുന്നെങ്കിൽ ആ കാത്തിരിപ്പ് നിങ്ങളെ സന്തോഷത്തിലെത്തിക്കും. കർത്താവിനെ നിങ്ങൾ കാത്തിരിക്കുന്നെങ്കിൽ ആ കാത്തിരിപ്പ് നിങ്ങളെ നന്മയിലെത്തിക്കും. കർത്താവിൻ്റെ നന്മകളെ, അവൻ്റെ വാക്കുകളെ, വാഗ്ദത്തങ്ങളെ നിങ്ങൾ കാത്തിരിക്കുന്നെങ്കിൽ ആ കാത്തിരിപ്പ് നിങ്ങളുള്ള ദൈവശക്തിയെ പുതുക്കുന്നതായിരിക്കും. സഹോദരങ്ങളെ, 40-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ജനമേശുവിനെ കാത്തിരുന്നു. കാത്തിരുന്ന ജനം യേശുവിനെ കണ്ടപ്പോൾ സന്തോഷത്തോടെ കൈക്കൊണ്ടു. ഇന്ന് ഈ പ്രോഗ്രാം കാണുന്ന ചില കുടുംബങ്ങളോട് ദൈവത്തിൻ്റെ ആത്മ പറയുന്നു, ദീർഘനാളുകളായി ചില വിഷയത്തിൻ്റെ വിടുതലിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങളുടെ സന്തോഷത്തിൻ്റെ നാളുകൾ നിങ്ങളുടെ അരികിലുണ്ട്. ഈ വരുന്ന ദിവസങ്ങളിൽ വലിയൊരു അത്ഭുതം കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യും. നോക്കിയേ, ഈ സമയത്ത് പള്ളിപ്രമാണിയായ യായിറോസ് എന്ന പേരുള്ള മനുഷ്യൻ യേശുവിൻ്റെ കാൽക്കൽ വീണു. അന്നത്തെ കാലത്ത് പള്ളിപ്രമാണികൾ എന്ന് പറഞ്ഞാൽ വലിയ സ്ഥാനം വഹിച്ചിട്ടുള്ളവരാണ്. കാരണം ആ സിനഗോഗുകളുടെ, ആ ദേവാലയങ്ങളുടെ പ്രധാന ഉത്തരവാദിത്തങ്ങൾ വഹിക്കുന്നവരിൽ ഒരു വിഭാഗമാണ് പള്ളിപ്രമാണികൾ എന്ന് പറഞ്ഞാൽ. എന്നാൽ അങ്ങനെ പള്ളിപ്രമാണിയായ യായിറോസ് എന്ന മനുഷ്യൻ യേശുവിൻ്റെ കാൽക്കൽ വീണു. വാസ്തവത്തിൽ യഹൂദന്മാരും അന്നത്തെ കാലഘട്ടത്തിലുള്ള പല ആൾക്കാരും യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയ്ക്കും പലരും എതിരായിരുന്നപ്പോൾ ഇതാ ഒരു പള്ളിപ്രമാണിയായ ഉന്നതനായ ഒരു മനുഷ്യൻ യേശുവിൻ്റെ കാൽക്കൽ വന്നു വീഴുന്നു. സഹോദരങ്ങളെ, ഇന്ന് ഈ പ്രോഗ്രാം കാണുന്ന എല്ലാവരും അറിയണം, ഉന്നതന്മാരെയും താണവരെയും ഏത് നിലവാരത്തിലുള്ളവരെയും വിടുവിപ്പാൻ യേശുവിന് കഴിയും. യേശു പണക്കാരുടെ ദൈവം മാത്രമല്ല, യേശു സാധുക്കളുടെ ദൈവം മാത്രമല്ല, യേശു ഒരു മിഡിൽ ക്ലാസ് ആൾക്കാരുടെ ദൈവം മാത്രമല്ല, ആമേൻ, സകല മനുഷ്യരുടെയും രക്ഷയ്ക്കായി ഉദിച്ച നീതിസൂര്യനാണ് ക്രിസ്തു യേശു. അതുകൊണ്ട് ഏത് വിഭാഗത്തിലുള്ള വ്യക്തികളെയും വിടുവിക്കുവാൻ, സൗഖ്യമാക്കുവാൻ, അനുഗ്രഹിക്കുവാൻ കർത്താവിന് കഴിയും. യേശുവിൻ്റെ ശുശ്രൂഷ എല്ലാ മേഖലകളിലും ഉള്ള ജനത്തെ സ്വാധീനിച്ചില്ലേ? അന്നത്തെ കാലത്ത് പരീശന്മാരിൽ പ്രമാണികളെ കർത്താവിൻ്റെ ശുശ്രൂഷ സ്വാധീനിച്ചു. അതുകൊണ്ടാണ് നിക്കോദീമോസ് അർദ്ധരാത്രിയിൽ യേശുവിനെ കാണാൻ യേശുവിൻ്റെ അടുക്കൽ വന്നത്. പരീശന്മാർ കർത്താവിൻ്റെ ശുശ്രൂഷയിൽ സ്വാധീനിക്കപ്പെട്ടു. അതുകൊണ്ടാണ് ഒരു പരീശൻ, ശിമയോൻ എന്ന പേരുള്ളൊരു മനുഷ്യൻ, യേശുവിനെ തൻ്റെ വീട്ടിൽ ഭക്ഷണത്തിന് വേണ്ടി ക്ഷണിച്ചത്. വ്യഭിചാരക്കുറ്റത്തിൽ പിടിക്കപ്പെട്ടവർ, വ്യഭിചാരം ചെയ്ത് ജീവിതത്തെ നശിപ്പിച്ചുകൊണ്ടിരുന്ന സ്ത്രീകൾ, ചുങ്കക്കാർ, എത്രയോ എല്ലാ വിഭാഗത്തിലുള്ളവരെയും കർത്താവിൻ്റെ ശുശ്രൂഷ സ്വാധീനിച്ചു. കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലും യേശുവിൻ്റെ വാക്കുകൾ സ്വാധീനിച്ചതുകൊണ്ടാണ് ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവീൻ, അവരെ തടയരുതെന്ന് കർത്താവ് പറഞ്ഞു. അപ്പോൾ പ്രായം ചെന്ന നിക്കോദിമോസ് മുതൽ ഏറ്റവും താഴെ
നിലവാരത്തിലുള്ള അല്ലെങ്കിൽ കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലും കർത്താവിൻ്റെ വാക്കുകൾ ശുശ്രൂഷ സ്വാധീനിച്ചു. നോക്കിയേ, ഇതാ പള്ളിപ്രമാണിയായ യായിറോസ് യേശുവിൻ്റെ കാൽക്കൽ വീണു. നിങ്ങൾ ഏത് മേഖലയിലും പ്രവർത്തിക്കുന്ന ഒരാളായിരിക്കാം. ഇന്ന് ഈ പ്രോഗ്രാം കാണുന്ന സഹോദര സഹോദരി, നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന ആളായിരിക്കാം, നിങ്ങളൊരു രാഷ്ട്രീയ നേതാവായിരിക്കാം, ഒരു ഫിലിം ആക്ടറായിരിക്കാം, ഒരു മ്യൂസിഷ്യനായിരിക്കാം, ഒരു സിംഗറായിരിക്കാം, ഒരു ആക്ടറായിരിക്കാം, ഒരു ദൈവദാസനായിരിക്കാം, ഒരു കൃഷിക്കാരനായിരിക്കാം, ഒരു ഡ്രൈവറായിരിക്കാം, ഒരു ഡോക്ടറായിരിക്കാം, എഞ്ചിനീയറായിരിക്കാം, ഒരു ഹൗസ് വൈഫായിരിക്കാം, അല്ലെങ്കിൽ ലോകത്തിന് വേണ്ടി ഇന്ത്യക്ക് വേണ്ടി സേവനം ചെയ്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥനോ ഒരു ആർമിയിൽ വർക്ക് ചെയ്തോ ഏത് വിഭാഗത്തിലുള്ള മനുഷ്യനോ ആയിരിക്കാം. നിങ്ങളെ വിടുവിപ്പാൻ, നിങ്ങളോട് സംസാരിപ്പാൻ, നിങ്ങളെ സൗഖ്യമാക്കുവാൻ, നിങ്ങളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുവാൻ യേശു കർത്താവ് മതിയായവനാണ്. നോക്കിയേ, യായിറോസ് യേശുവിൻ്റെ കാൽക്കൽ വീണത് എന്തുകൊണ്ടാണ്? വിശുദ്ധ വചനത്തിൽ എഴുതിയിട്ടുണ്ട്, അവന് 12 വയസ്സുള്ള ഏകജാതയായ ഒരു മകൾ ഉണ്ടായിരുന്നു. അവൾ മരിപ്പാറായി. ഒരേ ഒരു മകളെ ഈ മനുഷ്യനുണ്ടായിരുന്നുള്ളൂ. ആ കുഞ്ഞ് ഒരു രോഗം ബാധിച്ച് മരിക്കാറായി. ഒരു പക്ഷേ ആർക്കും അവളെ വിടുവിക്കുവാൻ കഴിയാത്ത ഒരു സന്ദർഭത്തിലെത്തി. സഹോദരങ്ങളെ, ആർക്കും വിടുവിക്കുവാൻ കഴിയാത്ത, ആർക്കും പ്രവർത്തിക്കാൻ കഴിയാത്ത, ആർക്കും നിങ്ങളെ സഹായിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണോ നിങ്ങളെന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത്? തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് പറയുന്നു, ഈ വിഷയത്തിൽ നിങ്ങളെ സഹായിക്കാൻ യേശുവിന് കഴിയും. ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന ഈ സാഹചര്യത്തിൽ ഇറങ്ങി വന്ന് പ്രവർത്തിപ്പാൻ കർത്താവിന് കഴിയും. നിങ്ങൾ ചോദിക്കും, ബ്രദറെ, നിങ്ങൾ എന്തോ ഉറപ്പിലായി പറയുന്നേ? ഇതാ സാക്ഷികളുടെ വലിയൊരു സമൂഹം നമ്മുടെ ചുറ്റിലുമുണ്ട്. ലക്ഷോപലക്ഷം ജനങ്ങളെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ യേശു വിടുവിക്കുന്നതും സൗഖ്യമാക്കുന്നതും സഹായിക്കുന്നതും നിരന്തരം കാണുന്നൊരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് ഇന്ന് ഈ പ്രോഗ്രാം കാണുന്ന സഹോദരങ്ങളെ, മരിപ്പാറായതുകൊണ്ട്, ഈ കുഞ്ഞ് മരിക്കാറായതുകൊണ്ട്, ആർക്കും സഹായിക്കാൻ പറ്റാഞ്ഞതുകൊണ്ട് യായിറോസ് യേശുവിൻ്റെ കാൽക്കൽ വീണു. അതെ, ആർക്കും കൈകാര്യം ചെയ്യുവാൻ കഴിയാത്ത, ആർക്കും ഹാൻഡിൽ ചെയ്യുവാൻ കഴിയാത്ത വിഷയത്തെയും യേശുവിനെ ഹാൻഡിൽ ചെയ്യാൻ കഴിയും. അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ഈ സമയത്ത് അന്ന് 12 സംവത്സരമായി രക്തസ്രവമുള്ളവളും മുതലെല്ലാം വൈദ്യന്മാർക്ക് കൊടുത്തിട്ടും ആരാലും സൗഖ്യം വരുത്തുവാൻ കഴിയാത്തവളുമായൊരു സ്ത്രീ പുറകിൽ അടുത്തു ചെന്നു. അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്കൽ തൊട്ടു. അവളുടെ രക്തസ്രവം നിന്നു. നോക്കിയേ, 12 വയസ്സുള്ള ഒരു മകളുടെ വിഷയത്തിൽ, ഏകജാതയായ ഒരു മകളുടെ വിഷയത്തിൽ ഭാരപ്പെട്ട് യായിറോസ് യേശുവിൻ്റെ കാൽക്കൽ കിടക്കുമ്പോൾ, അതേ സമയത്ത് 12 വർഷമായി മുതൽ മുഴുവനും വൈദ്യന്മാർക്ക് കൊടുത്തിട്ടും ആരെ കൊണ്ടും സൗഖ്യം വരുത്തുവാൻ കഴിയാത്ത രക്തസ്രവക്കാരിയായ സ്ത്രീ. അവിടുത്തെ ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. മുതലെല്ലാം വൈദ്യന്മാർക്ക് കൊടുത്തിട്ടും ആരാലും സൗഖ്യം വരുത്തുവാൻ കഴിയാത്തവൾ എന്ന് പറഞ്ഞാൽ ആർക്കും രക്ഷിക്കുവാൻ കഴിയാത്ത സ്ത്രീ യേശു കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്കലിൽ തൊട്ടു. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഈ സഹോദരി ഒരുപാട് ഹോസ്പിറ്റലുകളിൽ പോയി, ഒരുപാട് വൈദ്യന്മാരെ കണ്ടു. എന്തുകൊണ്ടാണ് അവൾ കണ്ടത്? വൈദ്യശാസ്ത്രത്തിന് അവളെ വിടുവിക്കുവാൻ കഴിയുമെന്നുള്ള വിശ്വാസമുള്ളത് കൊണ്ടാണ്. ഞാൻ ഈ എപ്പിസോഡിൽ നിങ്ങളോട് തുറന്നു പറയുന്നു, വൈദ്യശാസ്ത്രത്തിന് അവളെ വിടുവിക്കുവാൻ കഴിയുമെന്നുള്ള ഉറപ്പ് അവൾക്കില്ലായിരുന്നെങ്കിൽ അവൾ ഇത്രയും ഹോസ്പിറ്റലുകളിൽ മുതലെല്ലാം എഴുതി വിറ്റ് ചികിത്സിക്കുമോ? ഇല്ല. കാരണം അവളെപ്പോലുള്ള പല രോഗികളെയും വൈദ്യശാസ്ത്രത്തിൻ്റെ ആ അഡ്വാൻസ്ഡ് ടെക്നോളജിയിലൂടെ ഒരു പക്ഷേ സൗഖ്യമായി കാണും. വൈദ്യശാസ്ത്രത്തിന് സൗഖ്യമാക്കാൻ കഴിയും. എത്രയോ ആൾക്കാർ ലോകത്തിൽ മരുന്ന് കഴിച്ച് സൗഖ്യം പ്രാപിക്കുന്നു. എത്രയോ ആൾക്കാർ, ലക്ഷോപലക്ഷം ജനങ്ങൾ ലോകത്തിൽ മെഡിസിൻ എടുത്ത ട്രീറ്റ്മെൻറ്റുകളിലൂടെ റിക്കവറാകുന്നു. സത്യമായ കാര്യം തന്നെയായത്. എന്നാൽ എന്താണ് ഇവളുടെ വിഷയം? ഇവളുടെ വിഷയം മുതൽ മുഴുവൻ വിറ്റ് ചികിത്സിച്ചിട്ടും ലോകത്തുള്ള മുഴുവൻ ഹോസ്പിറ്റലുകളിൽ കയറി ഇറങ്ങിയിട്ടും ഇവളുടെ വിഷയത്തിൽ സൗഖ്യമുണ്ടായില്ല. എന്നാൽ ഒരു പക്ഷേ നമുക്കിങ്ങനെ ചിന്തിക്കാം, ഇവളെപ്പോലെ ഇതേ രോഗമുണ്ടായിരുന്ന പലരും ട്രീറ്റ്മെൻറ്റ് എടുത്ത് സൗഖ്യമായി. പക്ഷേ എന്തുകൊണ്ട് ഇവൾ മാത്രം സൗഖ്യമായില്ല? ഇന്ന് ഈ പ്രോഗ്രാം കാണുന്ന ചില കുടുംബത്തോട് കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ അതേ പ്രശ്നത്തിലൂടെ കടന്നുപോയ പലർക്കും വിടുതലുണ്ടായി, സൗഖ്യമുണ്ടായി, നന്മയുണ്ടായി. നിങ്ങളുടെ സെയിം ക്വാളിഫിക്കേഷനുള്ള വ്യക്തികൾക്ക് ജോലി കിട്ടി, നിങ്ങൾക്ക് ജോലി കിട്ടുന്നില്ല. നിങ്ങളുടെ സമപ്രായക്കാരായ പലരുടെയും വിവാഹം കഴിഞ്ഞു,
നിങ്ങളുടെ വിവാഹം നടക്കുന്നില്ല. നിങ്ങളോടൊപ്പം പഠിച്ച ജോലി ചെയ്ത പലർക്കും നല്ലൊരു വീട് കെട്ടാൻ പറ്റി, നിങ്ങൾക്ക് നല്ലൊരു വീട് കെട്ടാൻ പറ്റിയില്ല. നിങ്ങളെപ്പോലെ ശുശ്രൂഷയ്ക്ക് ഇറങ്ങി തിരിച്ച പലരും ശുശ്രൂഷയിൽ നന്നായി ശോഭിക്കുന്നു, നല്ല നന്മകൾ അവർക്കുണ്ടാകുന്നു, അവർ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നു. പക്ഷേ നിങ്ങൾക്ക് പ്രയോജനപ്പെടാൻ പറ്റുന്നില്ല. ജീവിതത്തിൽ പലതും ശ്രമിച്ചിട്ടും പരാജയപ്പെട്ട ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തുറന്നു പറയുന്നു, ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്ന് താങ്കളോട്, നിങ്ങളെ സർവശക്തനായ ദൈവം വലിയൊരു സാക്ഷ്യത്തിന് വെച്ചിരിക്കുക. ഒരു വലിയ സാക്ഷ്യത്തിന് വേണ്ടി കർത്താവ് നിങ്ങളെ വെച്ചിരിക്കുക. ഈ സഹോദരിയോട് കൂടെ ട്രീറ്റ്മെൻറ്റിൽ ഹീലായ സൗഖ്യമായ പലരും കാണും. പക്ഷേ അവരാരും വേദപുസ്തകത്തിലില്ല, അവരാരും ജീവൻ്റെ പുസ്തകത്തിൽ വന്നില്ല. ഇന്നും ഈ സ്ത്രീയെ ലോകം ഓർക്കുന്നു. ഞാൻ ഉൾപ്പെടെയുള്ള ദൈവത്തിൻ്റെ അഭിഷിക്തന്മാർ പ്രസംഗിക്കുന്നു. എന്താ അതിൻ്റെ കാരണം? അവളുടെ ജീവിതത്തിൽ അവളുടെ മുതൽ മുഴുവൻ വിറ്റ് ചികിത്സിച്ചിട്ടും സൗഖ്യമാകാഞ്ഞ കാരണം കൊണ്ട് വിശ്വാസത്താൽ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്കലിൽ തൊട്ടപ്പോൾ ശക്തി യേശുവിൽ നിന്ന് പുറപ്പെട്ട് അവൾ അത്ഭുത സൗഖ്യം പ്രാപിച്ചു. സഹോദരങ്ങളെ, പ്രിയ ദൈവത്തിൻ്റെ അഭിഷിക്തനെ, ഇന്നീ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന മാന്യ ദൈവദാസനെ, നിങ്ങളോട് ദൈവത്തിൻ്റെ ആത്മ പറയുന്നു, നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഒരു വലിയ സാക്ഷ്യത്തിന് വേണ്ടി കർത്താവ് ഒരുക്കിക്കൊണ്ടിരിക്കുക. നിങ്ങളുടെ ആ പ്രോപ്പർട്ടിയുടെ ആ സഭയുടെ വിഷയങ്ങളൊക്കെ ഇല്ലേ, ഒരു വലിയ സാക്ഷ്യത്തിന് വേണ്ടി കർത്താവ് നിങ്ങളെ വെച്ചിരിക്കുക. വലിയൊരു നന്മ കർത്താവ് നിങ്ങൾക്ക് ഒരുക്കാൻ പോവുക. നിശ്ചയമായിട്ടും പരിശുദ്ധാത്മാവ് നിങ്ങളോട് തന്നെയാണ് സംസാരിക്കുന്നത്. ഈ സഹോദരി എന്നാ ചെയ്തേ? യേശുവിൻ്റെ പിന്നിലൂടെ വന്ന് യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്കൽ തൊട്ടു. നോക്കിയേ, അവിടെ എഴുതിയിട്ടുണ്ട്, സ്ത്രീ പുറകിൽ അടുത്ത് ചെന്ന് അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്കൽ തൊട്ടു, ഉടനെ അവളുടെ രക്തസ്രാവം നിന്നുപോയി. എന്താ ഈ സഹോദരി പുറകിലൂടെ പോയത്? മുന്നിലൂടെ നേരിട്ട് പല രോഗികളും കർത്താവിൻ്റെ അടുക്കൽ വന്നതുപോലെ മുന്നിലൂടെ വരാഞ്ഞ രക്തസ്രാവമുള്ള സ്ത്രീകൾക്ക് അന്നത്തെ കാലഘട്ടം വെച്ച് ആ യഹൂദന്മാരുടെ അല്ലെങ്കിൽ ന്യായപ്രമാണത്തിൻ്റെ ആ നിയമങ്ങൾ വെച്ച് ഒരു പബ്ലിക് പ്ലേസിൽ ഇറങ്ങി നിൽക്കാൻ സാധ്യമല്ല. രക്തസ്രാവമുള്ള സ്ത്രീകളെ ആരും തൊടാൻ പാടില്ല എന്നൊരു പ്രമാണം പഴയ നിയമത്തിലുണ്ട്. തൊടുന്നവൻ സന്ധ്യ വരെ അശുദ്ധനായിരിക്കണം. അപ്പോൾ സമൂഹത്തിൻ്റെ നടുവിൽ ഒറ്റപ്പെട്ട, എല്ലാവരാലും റിജക്റ്റഡായ, തിരസ്കരിക്കപ്പെട്ട, ആരും ഒന്ന് തലോടി സമാധാനിപ്പിക്കാനില്ലാത്ത, അടുത്ത് പോലും വരാത്ത അനുഭവം. ആ ശരീരത്തിലെ ബ്ലഡ് മുഴുവൻ വാർന്നൊഴുകി നമ്മളൊന്ന് ഇമാജിൻ ചെയ്യുകയാണെങ്കിൽ മെലിഞ്ഞ് ശരീരത്തിൻ്റെ ആരോഗ്യം നഷ്ടപ്പെട്ട് 12 കൊല്ലമായിട്ട് ഒറ്റയ്ക്ക് കഷ്ടപ്പെടുക ഈ സ്ത്രീ, ഒറ്റയ്ക്ക് ഭാരപ്പെടുക. ഇന്ന് ഈ പ്രോഗ്രാം കാണുന്ന സഹോദരങ്ങളെ, ആരും നിങ്ങളുടെ വിഷയത്തിൽ ആശ്വസിപ്പിക്കാനില്ലാതെ, ആരും നിങ്ങളെ ഒന്ന് തലോടാനില്ലാതെ, നിങ്ങളുടെ ജീവിത സാഹചര്യത്തിൽ നിങ്ങൾ ഒറ്റപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളെ വിടുവിപ്പാൻ കഴിവുള്ള യേശു ഇന്നും ജീവിക്കുന്നു. എനിക്കറിയാം, എൻ്റെ ഉള്ളത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് ഈ പ്രോഗ്രാം കാണുന്ന ഒരു കുടുംബത്തോട് പറയുന്നു, സഹോദരങ്ങളുടെ ഇടയിൽ, ബന്ധുമിത്രാദികളുടെ ഇടയിൽ, സുഹൃത്തുക്കളുടെ ഇടയിലൊക്കെ നിങ്ങൾ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരവസ്ഥയിലാണെങ്കിൽ ഞാൻ ഉറപ്പായും പറയുന്നു, കർത്താവ് നിങ്ങളെ വലിയൊരു സാക്ഷ്യത്തിനായി വെച്ചിരിക്കുക. നിങ്ങൾ യേശുവിൻ്റെ സാക്ഷിയാകാൻ പോവുക. ആയിരങ്ങൾക്ക് നിങ്ങളൊരു അനുഗ്രഹമാകാൻ പോവുക. പല യായിറോസുമാർക്കും നിങ്ങളുടെ സാക്ഷ്യം ഒരു ബലമാകാൻ പോവുക. സഹോദരങ്ങളെ, വചനത്തിൽ എഴുതിയിരിക്കുന്നു, ശക്തി യേശുവിൽ നിന്ന് പുറപ്പെട്ടു. അവൾ അത്ഭുതകരമായി ഉടനെ അവളുടെ രക്തസ്രവം നിന്നുപോയി. ഉടനെ പുറകിലൂടെ വന്ന സഹോദരി, നിങ്ങൾ ശ്രദ്ധിക്കണം, യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്കൽ തൊട്ടു സൗഖ്യമായി. എന്നാൽ നിങ്ങൾ കേൾക്കണമേ, ഈ സമയത്ത് കർത്താവ് ചോദിക്കുന്നു, എന്നെ ആരോ സ്പർശിച്ചു, എന്നെ ആരോ തൊട്ടു? ശിഷ്യന്മാർ പറഞ്ഞു, ഗുരു, പുരുഷാരം നിന്നെ തിക്കിത്തിരക്കുകയല്ലേ? പത്രോസ് പറഞ്ഞു, ജനം നിന്നെ തിക്കിത്തിരക്കുകയല്ലേ? ഇപ്പോൾ ആരെങ്കിലും തൊട്ടെന്ന് പറഞ്ഞാൽ എന്താണ് അതിന് പ്രസക്തിയുള്ളത്? എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പ്രസംഗകൻ എന്നുള്ള നിലയിൽ ഈ വാക്ക് ഞാൻ ഉപയോഗിക്കട്ടെ, എല്ലാവരും തൊട്ടതുപോലെ അല്ല അവൾ തൊട്ടത്. എല്ലാവരും തിക്കിത്തിരക്കി തൊട്ടതുപോലെ അല്ല അവൾ കർത്താവിനെ സ്പർശിച്ചത്. വിശ്വാസത്തോടുകൂടെയാണ്. വിശ്വാസത്തോടുകൂടെ കർത്താവിൻ്റെ അടുക്കൽ വരുന്നവൻ മറ്റുള്ളവരിൽ നിന്നും ഡിഫറൻ്റാണ്. വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കുന്ന വ്യക്തി, അവൻ്റെ പ്രാർത്ഥന മറ്റുള്ള പ്രാർത്ഥനയിൽ നിന്നും ഡിഫറൻ്റാണ്. വിശ്വാസത്തോടുകൂടെ പ്രസംഗിക്കുന്ന വ്യക്തി, വിശ്വാസത്തോടുകൂടെ ജീവിക്കുന്ന ആൾ, വിശ്വാസ ജീവിതം നയിക്കുന്ന വ്യക്തികൾ മറ്റുള്ളവരിൽ നിന്നും വെരി ഡിഫറൻ്റാണ്, വളരെ ഡിഫറൻ്റാണ്. അപ്പോസ്തലന്മാർ പറയുന്നു, ഞങ്ങൾ കാഴ്ചയാലല്ല, ഞങ്ങൾ വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നത്. സഹോദരങ്ങളെ, വിശുദ്ധ വചനത്തിൽ എഴുതിയിരിക്കുന്നു, അവൾക്ക് മറഞ്ഞിരിപ്പാൻ കഴിയുകയില്ല എന്ന് മനസ്സിലായി. യേശു അത് അറിഞ്ഞു എന്ന് മനസ്സിലായി.
ഇനി ഈ പ്രോഗ്രാം കാണുന്ന എല്ലാ വ്യക്തികളും ഓർക്കണം, കർത്താവിൻ്റെ മുമ്പിൽ ആർക്കും മറഞ്ഞിരിപ്പാൻ കഴിയത്തില്ല. യേശുവിൻ്റെ മുമ്പിൽ നിങ്ങളുടെ ജീവിതം ഒരു മറവല്ല, എല്ലാം അവൻ വ്യക്തമായി അറിയുന്നു. നിങ്ങളുടെ സ്വഭാവം, നിങ്ങളുടെ വാക്ക്, നിങ്ങളുടെ പ്രവൃത്തി, നിങ്ങളുടെ കൊടുക്കൽ വാങ്ങലുകൾ, നിങ്ങളുടെ എല്ലാ ആറ്റിറ്റ്യൂഡുകളും വ്യക്തമായി കാണുന്ന, അറിയുന്ന ഒരു ദൈവത്തെ അത്രേ നിങ്ങൾ സേവിക്കുന്നത്. എന്നാൽ അവൾ എഴുന്നേറ്റ് നിന്ന്, മറഞ്ഞിരിപ്പാൻ കഴിയാതെ എഴുന്നേറ്റ് നിന്ന് അവളുടെ സാക്ഷ്യം അവൾ പ്രസ്താവിച്ചു. നോക്കിയേ, പുറകിലൂടെ വന്നവൾ ഇപ്പം മുൻപിൽ നിന്ന് സാക്ഷ്യം പറയുകയാണ്. ആരോടൊക്കെയോ ദൈവത്തിൻ്റെ ആത്മ പറയുന്നു, പല കാര്യങ്ങളിലും ഇന്ന് പുറകെ നിൽക്കുക. നിങ്ങൾ പല കാര്യങ്ങളിലും ഇന്ന് പുറകിൽ നിന്നുകൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ പരിശുദ്ധാത്മ നിങ്ങളോട് പറയുന്നു, കർത്താവ് നിങ്ങളെ മുൻസ്ഥാനത്ത് കൊണ്ടുവരാൻ പോവുക. നിങ്ങളായിരിക്കുന്ന ദൈവസഭയിൽ, നിങ്ങളായിരിക്കുന്ന ശുശ്രൂഷയിൽ കർത്താവ് നിങ്ങളെ കൈപിടിച്ചുയർത്താൻ പോവുക. നിങ്ങളുടെ ലീഡറോട് ചേർന്ന്, നിങ്ങളുടെ ദൈവദാസനോട് ചേർന്ന്, നിങ്ങളുടെ ശുശ്രൂഷകനോട് ചേർന്ന് കർത്താവിൻ്റെ നാമത്തെ ഉയർത്താൻ ദൈവം നിങ്ങളെ ഉപയോഗിക്കുന്ന ദിവസങ്ങൾ നിങ്ങളുടെ അരികിലുണ്ട്. ഈ സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ സമയത്ത് യായിറോസിൻ്റെ ഭവനത്തിൽ നിന്ന് ആൾക്കാർ വന്നിട്ട് പറഞ്ഞു, യായിറോസ്, ഇനി ഗുരുവിനെ പ്രയാസപ്പെടുത്തണ്ട, നിൻ്റെ മകൾ മരിച്ചുപോയി. യായിറോസിനൊരു റിപ്പോർട്ട് കിട്ടി, ഇനി പ്രാർത്ഥിക്കണ്ട, ഇനി കരയണ്ട, അവസാനിച്ചു, കഴിഞ്ഞു, നിൻ്റെ പൈതൽ മരിച്ചുപോയി. കഴിഞ്ഞു എന്ന റിപ്പോർട്ട്, തീർന്നു, ഇനി പ്രാർത്ഥിക്കേണ്ടെന്ന റിപ്പോർട്ട് തൻ്റെ ഒരു കാതിലൂടെ താൻ കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഭാഗത്ത് താൻ കേൾക്കുമ്പോൾ, മറുഭാഗത്ത് യേശു അവനോട്, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക, എന്നാൽ നിൻ്റെ മകൾ രക്ഷപ്പെടും. സഹോദരങ്ങളെ, ഒരു ഭാഗത്ത് നിരാശയുടെ റിപ്പോർട്ടുകളാണെങ്കിൽ, ഒരു ഭാഗത്ത് മനുഷ്യൻ തീർന്നു എന്ന് പറയുന്നെങ്കിൽ, ഇന്ന് ഈ പ്രോഗ്രാം കാണുന്ന ചില വ്യക്തികളോട് ദൈവത്തിൻ്റെ ആത്മ വ്യക്തമായി പറയുന്നു, ഒരു ഭാഗത്ത് തീർന്നു, കഴിഞ്ഞു എന്ന് കേൾക്കുമ്പോൾ മറുഭാഗത്ത് സ്വർഗത്തിലെ ദൈവം നിങ്ങളോട് പറയുന്നു, കഴിഞ്ഞെടുത്തുനിന്ന് തുടങ്ങാൻ പോവുക. മനുഷ്യൻ തീർന്നു എന്ന് പറഞ്ഞെടുത്ത് ഞാൻ ആരംഭിക്കാൻ പോവുക. മനുഷ്യൻ അവസാനിച്ചു എന്ന് പറഞ്ഞെടുത്ത്, മനുഷ്യൻ കഴിഞ്ഞു, തീർന്നു എന്ന് പറഞ്ഞെടുത്ത് ആരംഭിക്കുന്ന, തുടങ്ങുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ അത് സകലത്തെയും പുതുതാക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് നിങ്ങളും എന്നോടൊപ്പം പ്രാർത്ഥിക്കുക. കർത്താവായ യേശുവേ, ഇന്ന് ഈ പ്രോഗ്രാം കാണുന്ന എല്ലാ മാന്യ പ്രേക്ഷകരെയും കർത്താവിൻ്റെ ബലമുള്ള കരത്തിൽ ഞാൻ നൽകിത്തെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മനുഷ്യനെ ഞങ്ങൾ കാത്തിരുന്നാൽ, മനുഷ്യൻ തരുന്ന നന്മകളെ ഞങ്ങൾ കാത്തിരുന്നാൽ, ആ കാത്തിരിപ്പിനകത്ത് ക്ഷീണവും പ്രയാസവും നിരാശയും ഉണ്ടാകും. എന്നാൽ യഹോവയെ കാത്തിരിക്കുന്നവൻ, കർത്താവിൻ്റെ സന്നിധിയിൽ കാത്തിരിക്കുന്നവൻ ശക്തിയെ പുതുക്കും. ഈ ദിവസങ്ങളിൽ ആത്മാവിൽ ബലപ്പെടുവാൻ നിന്റെ ജനത്തെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യായിറോസ് യേശുവിൻ്റെ കാൽക്കൽ വീണതുപോലെ, എത്ര ഉന്നതനാണെങ്കിലും എത്ര ചെറിയവനാണെങ്കിലും എൻ്റെ കർത്താവെ, നിനക്ക് വിടുവിപ്പാൻ കഴിയുമെന്ന് നീ സംസാരിച്ചിരിക്കാൻ നിനക്ക് നന്ദി പറയുന്നു. ഇന്ന് ഈ പ്രോഗ്രാം കാണുന്ന സകല കുടുംബത്തെയും കർത്താവ് അവിടുന്ന് അനുഗ്രഹിക്കണം. അവസാനിച്ചു എന്ന് പറഞ്ഞെടുത്ത് ആരംഭിക്കുവാൻ കഴിവുള്ള കർത്താവ് ഒരു വലിയ അത്ഭുതത്തെ ഇപ്പോൾ തന്നെ ഇവർക്കായി ചെയ്യണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഇവരെ ഞാൻ അനുഗ്രഹിക്കുന്നു. ഇവരെല്ലാരെങ്കിലും രോഗികളായിരിക്കുന്നെങ്കിൽ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന കേട്ടതിന് നന്ദി. അത് യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ദയമായ കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. അടുത്ത ദിവസം കാണുന്നവരെയും അത്യുന്നതന്റെ ചിറകിൻ്റെ മറവിൽ കർത്താവ് നിങ്ങളെ സൂക്ഷിക്കട്ടെ. I bless you in Jesus' almighty name.